അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പ് ഒത്തിരി വലിയ ആചാരങ്ങളൊക്കെ ആയിരുന്നു പാല് കുടിക്കാൻ. അത് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുളിച്ചൊരുങ്ങി വന്ന് പ്രാർത്ഥിച്ച് അപ്പം മുറിക്കുന്നവനും പ്രാർത്ഥിച്ച് എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ് അന്നത്തെ കാലം. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരവും ഇല്ല. അപ്പം ഉണ്ടാക്കുന്നതിനൊരു ഇതില്ല. അപ്പം ഉണ്ടാക്കണമൊക്കെ ഉണ്ടാക്കണ്ടേ, അതിനൊരു ആചാരങ്ങളൊക്കെ വളരെ കുറവാണ്. തെക്കരും വടക്കരുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. വടക്കര് പാല് കാച്ചാൽ അതിനകത്ത് തേങ്ങാപ്പാലും ജീരകവും മാത്രമേ ഉള്ളൂ. ഈ തെക്കരതിനകത്ത് ജീരകം ഇടുക, മഞ്ഞളിടുക, ഉപ്പിൻ്റെ 2 ഇല ഇടുക. അങ്ങനെ ഞങ്ങൾ ഓലം കുറച്ച് കുരിശാക്കിയിട്ടിടും. ആ ഓല എടുത്ത് മാറ്റി വെച്ചിട്ട് അത് അടുപ്പിലിട്ട് കത്തിച്ചളയും. പുതിയ കാലവും പുതിയ തവിയായിരിക്കും. എന്തെങ്കിലും പാത്രത്തിലൊന്നും പാലുണ്ടാവില്ല. അതിനായിട്ട് പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് അത് തവിയുടെ ഉള്ളിൽ ഈ രൂപം പോലെ കാണും, ഓല ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ആ ഓല കുരിശിൻ്റെ ഓല ഈ തവിയിലുണ്ടാവും. അത് പിന്നീട് എടുത്ത് പാലെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അടുപ്പിലിട്ട് കത്തിച്ചളയും. അങ്ങനെ അന്നത്തെ കാലം. ഇന്ന് അങ്ങനത്തെ ഒരു ആചാരങ്ങളും ചെയ്യുന്നവരില്ല, ആൾക്കാരുമില്ല. അമ്മമാരൊക്കെ നേരത്തെ വന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി വന്നു പാല് കാച്ചാൻ അപ്പം പുഴുങ്ങാനൊക്കെ. കുരിശരച്ച് അപ്പം പുഴുങ്ങുന്നത് ഭയങ്കര ചിട്ടയോട് കൂടിയാണ്. അപ്പം തന്നെ കുഴിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുരിശരച്ച് അപ്പം ചുടുന്നത്, കുരിശ് വരച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അപ്പം ചുടുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്നില്ലെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്യാൻ ആൾക്കാരില്ല. അന്നത്തെ കാലത്ത് മാതിരിക്കുള്ള ഒരു കാര്യത്തിനും ആധാരമില്ല. പള്ളിയിൽ പോകാനായാലും വീട്ടിലായാലും ദുഃഖ വെള്ളിയാഴ്ച വെള്ളത്തിലിറങ്ങി കുളിപ്പിക്കില്ല, ചാടി കുളിക്കൂലേ. വെള്ളത്തിൽ ചാടി കുളിക്കണത് തെറ്റാ. അത് ഞങ്ങൾ പുഴയിലൊന്നും വിടില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൽ വെള്ളിയാഴ്ച പുഴയിൽ വിടില്ല. ശനിയാഴ്ച പോകാം. ശനിയാഴ്ച രാത്രി പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ പുഴയിൽ പോകും, കുളിക്കും. വെള്ളിയാഴ്ച കുളിക്കാൻ പറ്റില്ല. വിശിഷ്ടമായ ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ചയിലേ. എല്ലാവരും ദുഃഖം തന്നെ പാടുക. ദുഃഖം പാടി രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ ഭക്ഷണമുള്ളൂ. പിന്നെ 4 മണിക്കും വൈകുന്നേരം ഒന്നുമില്ല. ആ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ അന്ന് വെള്ളം തന്നെ കുടിക്കത്തില്ല. പിന്നെ പിറ്റേ ദിവസം വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെയാണ് അന്നത്തെ ആചാരം. ഇന്ന് അങ്ങനെ വല്ലവരും നിൽക്കുമോ? ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: തരി അടിക്കില്ല, മെറ്റടിക്കില്ല, സൂചി ചെല്ലില്ല. എൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് എനിക്കിപ്പോൾ 97 വയസ്സാണ്. 2-3 മാസം കഴിഞ്ഞാൽ 97 കഴിയും. അപ്പോൾ ഇപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ് കടയിൽ നിന്നും റൊട്ടി മുറിക്കാനുള്ളത് വാങ്ങിക്കരുതെന്നു. പക്ഷെ നാട്ടിലത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഓർമ്മകളുണ്ട്. മരിച്ചവരുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് മരിച്ചാൽ ആ വർഷം അതൊന്നും ഉണ്ടാക്കില്ല, ഒരു ആചാരങ്ങളൊന്നും എടുക്കില്ല. പാല് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ചുടുകയോ മുറിക്കുകയൊന്നും ചെയ്യില്ല. നമ്മുടെ കുടുംബത്തിൽ ആര് മരിച്ചാലും അങ്ങനെ സംവിധാനം ഉണ്ടാകും. ഇപ്പം അങ്ങനത്തെ ഒരു ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് കുരിശപ്പോൾ ഞങ്ങൾ തീ കോരിയിട്ടാണ് ചുടുക. വെറുതെ അതല്ല, അടിയിലും മുകളിലും തീയ, അടിയിലും തീയ മേളിലും തീയ. മുകളിൽ കലത്തിനകത്ത് തീ വയ്ക്കും. അപ്പം ഇവിടെ അപ്പോൾ ഇത് ചൂടുകൊണ്ട് വേണ്ട ഉണങ്ങി വരും. അടിയിൽ ചെറിയ തീയ ഉണ്ടാവുള്ളൂ, മുകളിൽ നല്ല തീ വയ്ക്കും. അതാണ് എൻ്റെ അപ്പം. ഇപ്പോഴത്തെ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അന്നത്തെ കുരിശിൻ്റെ വഴിക്ക് ഇതിലൊക്കെ കൂടുതൽ ജനങ്ങളും അതിൻ്റെ പാട്ടുമൊക്കെ പോയ നല്ല രീതിയിലാണ്. ഇന്നിപ്പോൾ അത് അത്ര ഒന്നും ഇല്ല. എന്നാൽ കുരിശിൻ്റെ വഴി എല്ലിയൊക്കെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അത്ര നീട്ടുള്ള പാട്ടും കാര്യങ്ങളൊന്നുമില്ല. ആ മലയാറ്റൂർ പോണത് ഇപ്പോൾ എല്ലാവരും പോകുന്നത് അങ്ങ് മലയാറ്റൂർ പോയി പോരുക. മറ്റേ അന്ന് മലയാറ്റൂർ പോകുന്നത് പ്രത്യേകിച്ച് ഒരു നേർന്ന് ഒരുക്കത്തോടു കൂടിയാണ് പോകും. അതുപോലെ മേടിച്ചത് നിലത്ത് വെക്കില്ല, അത് കുരിശ് വലിച്ചു കീറി ഉണ്ടാക്കില്ല. അതെല്ലാം വലിയ പക്വതയോടുകൂടി നെഞ്ഞത്ത് കൂട്ടി വെച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക.